അപ്പോൾ എല്ലാം എൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് മറിയം ഇങ്ങനെ സങ്കടപ്പെടുന്നു. ഓക്കെ, ഷീ ബ്രോക്ക് ഡൗൺ ആൻഡ് ഐ ഹാവ് നോ വൺ ബട്ട് യു ബാപ്പ ടു പോർ ഔട്ട് മൈ ട്രബിൾസ് ടു. ഹി ഡസൻ കെയർ. ഇറ്റ്സ് മൈ ഫേറ്റ് ടു സഫർ എവറിത്തിങ് ഇൻ സൈലൻസ്. എത്ര നാളായിട്ട് ഞാനിങ്ങനെ സഹിക്കുന്നു. ബാപ്പ കുഡ് സീ ഹെർ പോയിന്റ്. ആൻഡ് അലസൻ ഹാഡ് ഫെയിൽഡ് ഇൻ ഹിസ് SSLC and he was never interested in going abroad. His younger brothers were in the Gulf. They had even offered to send a visa to Alasan. There is no place to live like my village, Alasan had said. That was fine. But he did not find a job or start a business and just preferred to drift on. His brothers send money every month, build houses of their own, and send their children to good English medium schools. And none of these impressed Allison. He found a chat with Bappa or with the plants in the yard or the birds on the trees more interesting. Everything was reflected in Mariam's tears. മറിയത്തിൻ്റെ കരച്ചിൽ കേട്ടതോടുകൂടി ബാപ്പ കുഡ് അണ്ടർസ്റ്റാൻഡ്, ബാപ്പ കുഡ് റിയലൈസ് ദറ്റ് വാട്ട് മറിയം ഈസ് ടെല്ലിങ് ഇസ് ട്രൂ. കാരണം ഈ അലസൻകുട്ടിയുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് ബാപ്പയ്ക്ക് നന്നായി അറിയാം. ഹി വാസ് എ ഡിഫറെൻറ്റ് ഗായ്, ദിസ് അലസൻകുട്ടി. ഹി ഹഡ് ഫെയിൽഡ് ഇൻ SSLC. 10ാം ക്ലാസ് തോറ്റയാളാണ് ആര്? അലസൻകുട്ടി. ആൻഡ് ഹി വാസ് നെവർ ഇൻട്രസ്റ്റഡ് ഇൻ ഗോയിങ് എബ്രോഡ്. പുറത്ത് രാജ്യങ്ങളിലേക്കൊന്നും പോയി പണിയെടുക്കുന്നതിനെ കുറിച്ചൊന്നും പുള്ളി ആലോചിക്കുന്നതേ ഇല്ല. അയാളുടെ സഹോദരങ്ങളൊക്കെ ഇയാൾക്ക് വിസ അയച്ചു കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞ് ഓഫറുകൾ കൊടുത്തെങ്കിലും I am not interested. This is what Allison said. And he even said, there is no place to live like my village. എൻ്റെ ഗ്രാമത്തെ പോലെ ഇത്ര സുന്ദരമായ സ്ഥലം വേറെ എങ്ങുമില്ല, അതുകൊണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, അയാൾ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്താലോ? അതും ചെയ്യില്ല. ഓക്കെ, and that was fine, but he did not find a job or start a business and just preferred to drift on. ഒന്നും ചെയ്യാതെ ഇങ്ങനെ തന്നെ അങ്ങനെ നടക്കുക എന്നുള്ളതാണ്, എല്ലാത്തിൽ നിന്ന് സ്കൂട്ടാവുക എന്നുള്ളതാണ് അലസൻകുട്ടിയുടെ പൊതുവിലൊരു സ്വഭാവം. ആൻഡ് ഹിസ് ബ്രദേഴ്സ് ദേ ബിൽറ്റ് ദെയർ ഓൺ ഹൗസ്. അലസൻകുട്ടിയുടെ സഹോദരങ്ങളുണ്ട്, അവർ പുറത്തുപോയി ജോലി സമ്പാദിച്ച് പൈസ സമ്പാദിച്ച് സ്വന്തമായി വീടുണ്ടാക്കി. ആൻഡ് ദേ ഈവൻ സെൻഡ് ദെയർ ചിൽഡ്രൻ ടു ഗുഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ്. ഓക്കെ, നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തൻ്റെ സഹോദരങ്ങളുടെ മക്കളെയൊക്കെ അയച്ച് പഠിപ്പിക്കുന്നു. പക്ഷേ അലസൻകുട്ടി ഒരു താല്പര്യമില്ല. ഹി ഫൗണ്ട് എ ചാറ്റ് വിത്ത് ബാബ. അലസൻകുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ഒന്നുകിൽ ബാപ്പയോട് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ മരത്തിലിരിക്കുന്ന കിളികളോട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ കുളത്തിലെ മീനുകളോട് സംസാരിക്കുക. ഇതൊക്കെയാണ്. സോ ഇതിൽ ഈ പറഞ്ഞ രണ്ട് കോൺട്രാസ്റ്റിംഗ് ഇമേജസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഓൺ വൺ സൈഡ് യു ഹാവ് മറിയം ആൻഡ് ഓൺ ദി അതർ സൈഡ് യു ഹാവ് അലസൻകുട്ടി. ഓക്കെ, അലസൻകുട്ടി ഈ പറഞ്ഞ പോലെ അയാളുടെ ജീവിതവും അയാളുടെ പരിസരവും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ക്രൈം. ആൻഡ് വാട്ട് മറിയം ഈസ് ടെല്ലിങ് ഈസ് ഓൾസോ നോട്ട് എ ക്രൈം. Okay, and these people are actually driven by the changing social circumstances, or the difference in their financial condition. Okay, ഈ ആളുകളുടെ, അതായത് തൻ്റെ അനുജന്മാർ സ്വന്തമായി വീടുണ്ടാക്കി അവരുടെ പൈസയുണ്ട്, അവർ മക്കളെ സോഷ്യൽ സ്റ്റാറ്റസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭർത്താവ് എല്ലാം ഇങ്ങനെ നടക്കുകയാണ്, എന്തൊരു കഷ്ടമാണെന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന മറിയവും, എനിക്ക് പുറത്തേക്കൊന്നും പോകണ്ട, എൻ്റെ നാട് പോലെ നല്ലൊരു സ്ഥലം വേറെ ഇല്ലെന്ന് വിശ്വസിക്കുന്ന അലസൻകുട്ടിയും, രണ്ടുപേരും യാഥാർത്ഥ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ആൻഡ് ഹൗ ഡു വി പ്ലേസ് ദിസ് സ്റ്റോറി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു ഇറ്റ് ബിക്കംസ് എ സിംബൽ ഓഫ് സ്റ്റാറ്റസ്? ഹൗ? ഓക്കെ, അപ്പോൾ അതിനോട് കണക്ട് ചെയ്തിട്ടാണ് വി ഹാവ് ടു റിലേറ്റ് ഇറ്റ് ടു ദി ഐഡിയ ദറ്റ് ഇംഗ്ലീഷ് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു പുതിയ ക്രമത്തിലേക്ക് നമ്മൾ വരികയും ഒരുപക്ഷെ മറ്റു ഭാഷകളെ നമ്മൾ വേണ്ട വിധത്തിൽ പരിഗണിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് ഒരുപക്ഷെ ആഗോളവൽക്കരണം മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇതൊരു ചെറിയ തമാശ കഥ എന്നതിനപ്പുറം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ കണ്ടു പരിചയമുള്ള ഒരു വീടിൻ്റെ അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കാം ഇത്. But why this happens, that is a question, and the answer to that question is globalization and how globalization can influence you. ഏറ്റവും താഴേക്കിടയിലുള്ള ഏറ്റവും സാധാരണപ്പെട്ട ഒരു അലസൻകുട്ടിയെ പോലുള്ളൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പോലും സംശയങ്ങൾ ഉണ്ടാക്കി വെടക്കാക്കി തനിക്കാക്കാവുന്ന ഒരു സംവിധാനം ഗ്ലോബലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനാണ്. അതൊരു ചിലപ്പോൾ ഒരു എക്സിക്യൂട്ടീവിൻ്റെ രൂപത്തിലായിരിക്കും വരിക, അതൊരു മണി ചെയിൻ തട്ടിപ്പിൻ്റെ രൂപത്തിലായിരിക്കും വരിക, അല്ലെങ്കിൽ നിങ്ങൾ ഈ മെസ്സേജിൽ ക്ലിക്ക് ചെയ്യൂ, നിങ്ങൾക്ക് മാത്രമായി ഇപ്പോൾ ഒരു ഓഫറുണ്ട് എന്ന് പറഞ്ഞിട്ട്
ഒരു ഫേക്ക് മെസ്സേജിൻ്റെ രൂപത്തിലായിരിക്കാം. ബിക്കോസ് പീപ്പിൾ ആർ സഫറിങ്, they always want comfortable life, and globalization can easily exploit this passion in human beings. അതാണ് അതിൽ സംഭവിക്കുന്നത്. നിസ്സഹായരായിക്കൊണ്ടിരിക്കുന്ന ആളുകളെ വളരെ പെട്ടെന്ന് ചൂഷണം ചെയ്യാൻ കഴിയുന്നു എന്നത് ഈ പറഞ്ഞ ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. ഓക്കെ, അതാണ്. സോ എവറിത്തിങ് വാസ് ദെയർ റിഫ്ലക്റ്റഡ് ഇൻ മറിയംസ് ടിയേഴ്സ്. മറിയത്തിൻ്റെ കണ്ണുനീരിൽ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. തിങ്ക് ഇറ്റ് ഓവർ, അലസൻസ് ബാപ്പ ഫൈനലി സെഡ്. ഇഫ് യു ഫൈൻഡ് ഇറ്റ് വർത്ത് വൈൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്, ബട്ട് യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡ്. അപ്പോൾ ഒടുവിൽ അലസൻ കുട്ടിയോട് ബാപ്പ പറയുന്നു, അപ്പോൾ നീ അതിന് കൈ കൊടുക്ക്, ഒപ്പിട്ടോളൂ, അതിന് പോയി ഒപ്പിട്ട് കൊടുക്ക്, സമ്മതിക്കൂ. ബട്ട് യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡ്. നന്നായി പരിശ്രമിക്കണം. പക്ഷേ ഓക്കെ, the fish farmers lost no time in describing vociferously, as in a political campaign, the benefits of their newly acquired profession. As the pink fish in the pond smacked their mouth, Allison had a feeling he was looking at cretins trying to smile. Okay, അപ്പോൾ ഈ അലസൻ കുട്ടി വന്നിട്ട് ആളുകളോടൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഈ പറഞ്ഞ മത്സ്യകൃഷി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് പോലെ അത്ര ശക്തമായി ഇത് വലിയ സംഭവമാണ്, ഭയങ്കര ലാഭമാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അലസൻകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അലസൻകുട്ടിക്ക് പക്ഷേ ഈ കുളത്തിൽ കിടക്കുന്ന മീനുകളെ കാണുമ്പോൾ എന്തോ വളരെ സ്ട്രെയിഞ്ച് ആയി തോന്നി. വല്ലാതെ ചിരിക്കുന്ന, ഈ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആളുകൾ ചിരിക്കുന്നത് പോലെ ഒക്കെയാണ് അലസൻകുട്ടിക്ക് തോന്നുന്നത്. ഓക്കെ, and Allison had a feelings as though he was looking at cretins trying to smile, and Allison just could not reconcile himself to take up fish farming. Mariam was upset. She burst into tears and went without food in protest. In the end, reluctantly went in search of the man who had come campaigning. The man folded his hands in a gesture of hospitality as soon as he saw Allison. So എന്നിട്ടും അലസൻകുട്ടിക്ക് ഇത് പൂർണ്ണമായി ഈ പറഞ്ഞ മത്സ്യക്കച്ചവടത്തിലേക്ക് തിരിയാം, അല്ലെ മത്സ്യകൃഷിയിലേക്ക് തിരിയാം എന്നുള്ളൊരു ഉറപ്പ് വരുന്നില്ല. ഇത്രയും ആയതോടുകൂടി മറിയം തൻ്റെ ആയുധം പുറത്തെടുക്കുകയാണ്, പട്ടിണി കിടക്കാൻ തുടങ്ങുന്നു. ഇത് സമ്മതിക്കാതെ, ഇത് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാതെ ഞാനൊരു വക കഴിക്കില്ല എന്ന് മറിയം പറയുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അലസൻകുട്ടി എന്ത് ചെയ്യുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങി അന്ന് തന്നെ അന്വേഷിച്ച് വന്ന ആ ജീപ്പിൽ വന്ന ആളില്ലേ, ദാറ്റ് എക്സിക്യൂട്ടീവ്, അയാളെ അന്വേഷിച്ച് പോകുന്നു. അപ്പോൾ ആളുടെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോഴേക്കും അയാൾക്കറിയാം, അയാൾ വളരെ ആതിഥ്യ മര്യാദയോടുകൂടി അലസൻകുട്ടി, വെൽക്കം മിസ്റ്റർ അലസൻകുട്ടി എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കുന്നു. മിസ്റ്റർ അലസൻകുട്ടി, ഐ ന്യൂ യു വുഡ് ടേക്ക് എ വൈസ് ഡിസിഷൻ. എനിക്കറിയാമായിരുന്നു നിങ്ങളൊരു ശരിയായ തീരുമാനം തന്നെ എടുക്കുമെന്ന്. വി വുഡ് ലൈക്ക് ടു ടേൺ ഹിസ് ബാക്ക് ഓൺ പ്രോഗ്രസ്. ഹൂ വുഡ് ലൈക്ക് ടു ടേൺ ഹിസ് ബാക്ക് ഓൺ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെൻറ്റ്? ഹൂ ക്യാൻ ടേൺ അവേ ഫ്രം ഷൈനിങ് പാത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി? ആർക്കാണ് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും നൂതന മാർഗങ്ങളിൽ നിന്നൊക്കെ മുഖം തിരിച്ച് നിൽക്കാനാവുക? എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇവിടെ അടുത്തേക്ക് വരുമെന്ന്. ഓക്കെ, അപ്പോൾ ശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് ആളുകളെ പറ്റിക്കാമെന്നുള്ളതാണ്. ആൻഡ് അലസൺ റിട്ടേൺ വിത്ത് ഹിസ് registration card and held firmly in his hand. At 9 sharp the next morning, half a dozen men in uniform arrived in a jeep at Alasan's home, and after routine glance at the registration card, they busied themselves cleaning the pond and sprayed it with a disinfectant. It took less than 2 hours. The stars on their blue uniform blinked at Alasan. തൊട്ടടുത്ത ദിവസം 9 മണിയൊക്കെ ആയപ്പോഴേക്കും അര ഡസൻ ആളുകൾ തൻ്റെ വീട്ടിലേക്ക് എത്തുന്നു, യൂണിഫോമൊക്കെ ഇട്ടിട്ട്. അവർ വന്നിട്ട് കുറേ മെഷീനുകളൊക്കെ അങ്ങനെ എടുത്തിട്ട്, കുറേ പൊടികളൊക്കെ എടുത്തിട്ട് തൻ്റെ വീട്ടിലെ കുളം അങ്ങനെ വൃത്തിയാക്കുന്നു. അവർ ചടയെന്ന് പോകുന്നു. നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന ആളുകളില്ലേ, പരസ്യം കാണാറില്ലേ എന്നതുപോലെ ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരിക. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്ന ആൾ,
അബ്ബാസ് വരില്ലേ എന്നതുപോലെ തൊട്ടടുത്ത ദിവസം ഒരു ജീപ്പിൽ കുറേ ആളുകൾ വരികയാണ്, ഒന്നും മിണ്ടുന്നില്ല, അവർക്കൊന്ന് വർക്ക് ചിലവിടെ വർക്ക് ചെയ്തിട്ട് അവർ പോകുന്നു. ദേ വെയർ ഇൻ യൂണിഫോംസ് ആൻഡ് ദ സ്റ്റാർസ് ഓൺ ദെയർ യൂണിഫോംസ് ബ്ലിങ്ക് ദറ്റ് അലസൻ. അലസൻ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്ത്? ആ വന്ന ആളുകളുടെ തൊപ്പിയിലുണ്ടായിരുന്ന നക്ഷത്രങ്ങൾ. ഓക്കെ, ആൻഡ് the next week they came again with a plump pink fish which they dropped onto the pond. They gave instructions on looking after them. Mariam instantly fell in love with the fish. തൊട്ടടുത്ത ആഴ്ച തന്നെ ഇതേ ആളുകൾ വലിയ മീനുകളുമായി വന്നു. മീനുകളെ ഈ കുളത്തിലേക്ക് ഇറക്കി വിട്ടു. ഈ മീനുകൾക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണം കൊടുക്കണമെന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്ത് അവർ പോകുന്നു. മറിയത്തിന് ഈ മീനുകളെ കണ്ടപ്പോൾ തന്നെ മീനുകളോട് വലിയ ഇഷ്ടം തോന്നി. എന്ത് രസമാണ് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കണം. പക്ഷേ അലസൻകുട്ടി എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചത്? വലിയ മീനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അലസൻകുട്ടി വാസ് ആക്ച്വലി തിങ്കിങ് അബൌട്ട് ദ സ്മോൾ ഫിഷസ് ഇൻ ദ പോണ്ട്. ചെറിയ ചെറിയ മീനുകളെ കുറിച്ചിട്ടാണ് അലസൻകുട്ടി ആലോചിച്ചതെങ്കിൽ മറിയത്തിന് ഈ വലിയ വലിയ മീനുകളെ കണ്ടപ്പോൾ, വലിയ വലിയ മീൻ എന്നത് ഒരുപക്ഷെ ഭാവിയിൽ നിങ്ങൾക്കുണ്ടാകാവുന്ന വലിയ നേട്ടത്തെക്കുറിച്ചും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് എന്നുള്ള ഒരു സ്വപ്നമൊക്കെ ആയിരിക്കാം. ഓക്കെ, ടേക്ക് ഇറ്റ് മെറ്റഫോറിക്കലി. Whereas a small fish would mean the normal life, okay, the local life. Sorry. Alison had made it practice of sitting near the pond and gazing at the little fishes after his Subha Namas, and he would throw them handful of rice flour, and the fish knew the time of his arrival and would rise to the surface to dance in groups to welcome him. The day after the new fish came, Alison asked the little fish, "Tell me, do you like your new friends?" അപ്പോൾ അലസൻകുട്ടി എല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യുമായിരുന്നു? ഹി യൂസ് ടു ത്രോ എ ഹാൻഡ്ഫുൾ ഓഫ് റൈസ് ഫ്ലവർ. കയ്യിൽ കുറേ ഈ മീനുകൾക്ക്, ചെറിയ മീനുകൾക്ക്, അതായത് അലസൻകുട്ടി മുൻപ് ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചെറിയ കുളത്തിൻ്റെ സൈഡിൽ പോയിരിക്കുക, ചെറിയ മീനുകൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുക എന്നൊക്കെയുള്ളതായിരുന്നു. ഇപ്പോൾ എന്തുകൂടി സംഭവിക്കുന്നുണ്ട്? സം ബിഗ് ഫിഷസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, ആൻഡ് വൺ ഡേ അലസൻകുട്ടി ആസ് ദി സ്മോൾ ഫിഷസ്. അലസൻകുട്ടി വരുന്ന സമയം എത്രയാണെന്ന് ഈ ചെറിയ മീനുകൾക്കറിയാം. അലസൻകുട്ടി വരുമ്പോഴേക്കും ഈ മീനുകളെല്ലാം കൂടി കൂട്ടമായി വന്ന് ഡാൻസ് കളിക്കുന്നത് പോലെ അവിടെ നിൽക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദ നാരേറ്റീവ്, എങ്ങനെയാണത് കഥ പറയുന്ന രീതി അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, അല്ലാതെ മീനുകളൊന്നും ഡാൻസ് കളിച്ചു എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ മീൻ ഡാൻസ് കളിക്കുന്നത് പോലും അല്ല നമ്മുടെ വിഷയം. മറിച്ച് ഹൗ ദ സ്മോൾ ഫിഷസ് ഓർ വെൻ എ ബിഗ് ഫിഷ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, how it affects the small fish and the ecosystem എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഒരു സാമൂഹിക വ്യവസ്ഥയെ എങ്ങനെയാണ് ഒരു വലിയ പ്രോമിസ് വന്ന് ഹൈജാക്ക് ചെയ്യുന്നത് എന്നതാണ്. ഓക്കെ, ദ ഫിഷ് എങ്ങനെയുണ്ട് നിങ്ങളുടെ കഴിഞ്ഞ ആഴ്ച വന്ന നിങ്ങളുടെ വലിയ കൂട്ടുകാരില്ലേ, അവരെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് അലസൻകുട്ടി ചെറിയ മീനുകളോട് സംസാരിച്ചു. ഓക്കെ, ദ ഫിഷ് ട്വിസ്റ്റ് ദെയർ ടൈൽസ്. ഡു യു നോ, അലസൻ വിസ്പേർഡ് കോൺസ്പിറേറ്ററിലി ടു ദം, ഐ ലൈക്ക് യു ബെറ്റർ ദാൻ ദി ന്യൂ ഫ്രണ്ട്സ്. മറിയത്തിന് അവരെയാണ് ഇഷ്ടമെങ്കിലും എനിക്ക് നിങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം എന്നാര് പറഞ്ഞു? ഈ അലസൻകുട്ടി ചെറിയ മീനുകളോട് രഹസ്യമായി പറഞ്ഞു. And the little fish in the pond seemed a little worried, Alison said to Mariam as they sat down for breakfast. അന്ന് ബ്രേക്ക്ഫാസ്റ്റിനായി അങ്ങനെ ഇരുന്ന സമയത്ത് അലസൻകുട്ടി ഭാര്യയോട് പറഞ്ഞു, ചെറിയ മീനുകളെ കണ്ടിട്ട് അവർക്ക് എന്തൊക്കെയോ സങ്കടമുള്ളതുപോലെ എന്ന് പറഞ്ഞു. ഐ എം അഫ്രൈഡ് യു ആർ ഗോയിങ് റൗണ്ട് ദ ബെൻഡ്. I'm afraid you are going round the bend, Mariam said with a smile. But wait till we harvest the fish. It's just 4 months away. All your troubles will be over. Did you hear what the man said? You don't have to take the fish around to sell like fishmongers. You will get orders from them and customers will buy them straight off the pond. Abdullah Kutti Haji has solved his whole lot. I will say it is God's gift to us, a way out of all troubles. അതെ, നിങ്ങൾ ആ കുളത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ടാണ്. ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ പോകണ്ട, 4 മാസം കൂടി വെയിറ്റ് ചെയ്യൂ, അപ്പോഴേക്കും ഈ മീനുകളെല്ലാം വലുതാവും, അപ്പോൾ നമുക്ക് ഇതിനെ കച്ചവടം ചെയ്യാം. സി, അൺലൈക്ക് ദ ഫിഷ് മോങ്കേഴ്സ്, പീപ്പിൾ വുഡ് കം ടു അവർ ഹൗസ് ആൻഡ് അവർ പോണ്ട് ആൻഡ് ദേ വിൽ കളക്ട് ഫിഷ് ഫ്രം ഹിയർ. നമ്മൾ മീനുമായി അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി കച്ചവടം നടത്തേണ്ടതില്ല. മീൻ ആവശ്യമുള്ള ആളുകൾ ഇവിടെ വന്ന് വാങ്ങിക്കോളും. ഓക്കെ, അബ്ദുള്ളക്കുട്ടി ഹാജി അയാളുടെ കുളം ഉൾപ്പെടെയാണ് വിറ്റത്. വൻ ലാഭം കിട്ടിയെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് കാത്തിരിക്കും മനുഷ്യ എന്ന് പറഞ്ഞു. അലസൻ സെഡ് നത്തിങ് ബട്ട് ഹി വാസ് ഡിസ്റ്റർബ്ഡ്. ഇറ്റ് വാസ് another sleepless night for Alison.
Mariam and the children were deep asleep as he came out into the veranda. He saw the night was flooded with moonshine, and shadows played on the yard. The pond glittered. As he walked to the pond, he remembered. The little fish no longer responded to his call at dawn. What was happening to his little friends who had exulted in his company in rain and sun? ഓക്കെ, അപ്പോൾ ഒരു ദിവസം രാത്രി, നല്ല നിലാവുള്ള രാത്രി, അലസൻകുട്ടിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അലസൻകുട്ടി പതിയെ പതിയെ നടന്ന് തൻ്റെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, ചെറിയ മീനുകൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാവും എന്നൊക്കെ കരുതി അങ്ങനെ കുളത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. നല്ല നിലാവുണ്ട്, നിലാവിൻ്റെ വെളിച്ചം കുളത്തിലെ വെള്ളത്തിൽ തട്ടി തെറിക്കി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സംതിങ് stirred deep inside him. A single fish lifted his head and seemed to look at Alison despondently. "Oh, my little fish," Alison whispered softly. അങ്ങനെ അങ്ങനെ നടന്ന് നടന്ന് കുളത്തിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അലസൻ കുട്ടിയെ കണ്ടുകൊണ്ട് ഒരു ചെറിയ മീൻ മാത്രം അങ്ങനെ തല പൊങ്ങി അങ്ങനെ നോക്കി. അപ്പോൾ അത് കണ്ടതോടുകൂടി "ഓ മൈ ലിറ്റിൽ ഫിഷ്" എന്ന് പറഞ്ഞ് അലസൻ കുട്ടി ഈ ചെറിയ മീനിനെ അങ്ങനെ നോക്കി നിന്നപ്പോഴേക്കും the silvery glitter of the moon on his uh, uh, The silvery glitter of the moon on its snout seemed to turn into tears. Alison, Alison's heart sank, and suddenly the big pink fish rushed in like a missile with a splash, its mouth wide open. അപ്പോൾ ഈ നിലാവിൽ ഈ ചെറിയ മീനിൻ്റെ മുഖത്തേക്ക് വീഴുന്ന നിലാവെളിച്ചം കാണുമ്പോൾ ഈ മീനിൻ്റെ മുഖം കാണാം. മീൻ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, ചെറിയ മീൻ കരയുകയാണെന്നൊക്കെ തോന്നുന്നു അലസൻകുട്ടിക്ക്. അപ്പോൾ അങ്ങനെ വളരെ വൈകാരികമായൊരു ഇൻട്രാക്ഷൻ നടക്കുകയാണ് ഈ ചെറിയ മീനും അലസൻകുട്ടിയുമായിട്ട്. പെട്ടെന്നാണ് മിസൈൽ പോലെ ഒരു ബിഗ് ഫിഷ്, നേരത്തെ രണ്ടാമത് കൊണ്ടിട്ട വലിയ മീനുകളില്ലേ, കച്ചവട താല്പര്യത്തോട് കൊണ്ടിട്ട മീനുകൾ, ആ മീനിലൊരു വലിയ മീൻ വന്നിട്ട് ഈ മീനിനെ വന്ന് തിന്നിട്ട് പോയി. സഡൻലി ദ ബിഗ് pink fish rushed in like a missile with a splash, its mouth wide open, and Alison shut his eyes tightly. When he opened his eyes, the little fish had disappeared. Alison had the strange feeling of being chained and dragged into the depth of the water. എന്താണ്, ഈ വലിയ മീൻ ചെറിയ മീനിനെ തിന്നു. ഓക്കെ, അലസൻ കുട്ടിക്ക് തന്നെ ആരോ കുളത്തിനടിയിലേക്ക് വലിച്ചു 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 കൊണ്ടുപോകുന്നത് പോലെ തോന്നി. ഇത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. The stout pink fish was patrolling the surface of water, opening and shutting its mouth at will, and Alison thought the moon had given its teeth a terrifying glint. പിന്നെ നോക്കുമ്പോഴാണ് ഈ വലിയ മീനുകൾ കുളത്തിലുണ്ടായിരുന്ന ചെറിയ മീനുകളെ എല്ലാം തിന്നു. ഓക്കെ, എല്ലാ ദിവസവും, എല്ലാ തവണയും, അല്ലെങ്കിൽ സദാസമയം ഈ വലിയ മീനുകൾ അങ്ങനെ നൈറ്റ് പെട്രോൾ നടത്തുന്നത് പോലെ എല്ലാ സമയവും അങ്ങനെ അങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ അങ്ങനെ പരതി നടക്കുകയാണ്, എന്തിനെങ്കിലും തിന്നാൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതൊരു സാരോപദേശ കഥ എന്നുള്ള നിലയിലോ കുട്ടികൾക്കുള്ള കഥ എന്നുള്ള നിലയിലോ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ബട്ട് ദ പേർപ്പസ് ഓഫ് ദി സ്റ്റോറി ഈസ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വൺ. ഓക്കെ, സോ ദ ബിഗ് ഫിഷ്, ആസ് ഐ ടോൾഡ് യു ബിഫോർ, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ പ്രോമിസ്. It represents the promises offered by globalization. And once it is implemented, it becomes a big fish. And it can destroy the very system. അത് ഭസ്മാസുരൻ്റെ കഥ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയാണ്. ഭസ്മാസുരന് വരം കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു 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 കഥയുണ്ട് എന്നതുപോലെയാണിത്. ആഗോളവൽക്കരണം നിങ്ങളിലേക്ക് വരുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള they will give you plenty of promises. Colorful promises will be there. But once it is introduced, it can disturb the very system. Okay, once in the after the introduction of new economic policy, the economic structure, the economic fabric of India has changed. Okay, and in the time of COVID-19 pandemic, we see how complicated things are becoming. Okay, so just try to place the story, The Big Fish by N.P. Hafiz Mohamad in the context of globalization. Thank you.